ഹലോ, നമ്മുടെ 9ാമത്തെ ദിവസത്തെ യാത്ര ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ NJ ട്രാൻസിറ്റിൻ്റെ ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ട്രെയിനിനകത്ത് കയറുമ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ആ ട്രെയിനിനകത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മുകളിലേക്കും താഴേക്കും ഒക്കെ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് മേളിലും പോയിരിക്കാം, താഴെയും പോയിരിക്കാം. പക്ഷേ ഞാൻ മേളിലും താഴെയൊന്നും അല്ല ഇരുന്നിരുന്നത്. ഞാനൊരു മിഡിലായിട്ടാണ് ഇരുന്നിരുന്നത്. കാരണം എനിക്ക് ഇറങ്ങി പോകാനുള്ള എളുപ്പത്തിനും പിന്നെ അതുപോലെ താഴേക്കും പോയി മുകളിലേക്കും പോയി വീഡിയോസ് എടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഈ ട്രെയിൻ നോക്കൂ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിക്കേ. അത്ര തിരക്കൊന്നും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്ത ടൈമിൻ്റെ ആയിരിക്കാം അതിനകത്ത് തിരക്കില്ലാതിരുന്നത്. എന്തായാലും ഈ ട്രെയിനിൻ്റെ നീറ്റ്നെസ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മളൊരു സാധനം ഉപയോഗിച്ചിട്ട് പോകുന്ന സമയത്ത് അത് നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടായിരിക്കാം ഇത് ഇത്ര നീറ്റായിട്ടിരിക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് ചെറുതായിട്ട് കയറി വരികയാണ്. അപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലം കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്സ് ഉണ്ട്. അങ്ങോട്ടേക്ക് കയറിയാലും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയ കാണാനായിട്ട് പറ്റും. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ നടന്ന് വീഡിയോസ് എടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. ട്രെയിൻ വളരെ ആണെങ്കിൽ നമുക്കൊരു പക്ഷേ ഇത് പറ്റത്തില്ലായിരിക്കാം. അങ്ങനെ വിൻഡോസിലൂടെ നോക്കിയപ്പോഴാണ് വെളിയിൽ മഴ പെയ്യുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ ഞങ്ങളതൊന്ന് സ്ഥിരീകരിച്ചു. മഴ പെയ്യുമല്ല, ക്ലൗഡ്സ് ആണുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്താറായപ്പോഴത്തേക്കിനും ഞങ്ങൾ ചാടി എണീറ്റു. അങ്ങനെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പതിയെ ലഗേജൊക്കെ വെച്ചൊന്ന് സെറ്റിലായി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ മെട്രോ സ്റ്റേഷൻ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാതെ തരവില്ല, വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നോക്കിക്കേ. ഇതൊരു മെട്രോ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? എന്തൊരു വലിയ പില്ലേഴ്സൊക്കെ അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിന് ഇത്രയും വലിയ പില്ലേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പം സ്വതവേ ഈ ഡിസൈനും ആർക്കിടെക്ചറും ഒക്കെ ഇഷ്ടമുള്ള ഏട്ടൻ പെട്ടെന്ന് തന്നെ ഓടി നടന്ന് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, എന്ത് രസമാണ് കാണാൻ, നല്ല സ്പേഷ്യസ് ആണല്ലോ എന്നൊക്കെ. ആ സ്പേഷ്യസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഒത്തിരി ക്രൗഡഡ് ഒന്നുമല്ല, എന്നാൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് താനും. ഇത്രയും സ്ഥലമുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെറുതായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വലിയ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക, കാരണം ഞങ്ങൾക്ക് പോയിട്ട് വേറെ പരിപാടികളുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ട്രെയിൻ അനൗൺസ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു, എന്നാൽ പിന്നെ ഈ ട്രെയിൻ വരുന്നതൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെപ്റ്റയുടെ ട്രെയിൻസ്. ഇതുപോലത്തെ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.